വഖഫ് സെമിനാറിലെ പ്രസംഗവുമായി ബന്ധപ്പെട്ട തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന ഉമർ ഫൈസി മുക്കം. ഹൈക്കോടതിയിൽ RSSന് അനുകൂലമായി സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിച്ചപ്പോൾ മൗനം പാലിച്ചവരാണ് തനിക്കെതിരെ രംഗത്ത് വരുന്നത്. വഖഫ് വിഷയത്തിൽ തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സെമിനാറിൽ പങ്കെടുത്തതെന്നും ഉമർ ഫൈസി മുക്കം പ്രസ്താവനയിലൂടെ അറിയിക്കുകയായിരുന്നു. വിവരങ്ങളുമായി AK ലതീഷ് കൂടി ചേരുന്നു. ലതീഷ്, ഈ ഉമർ ഫൈസി മുഖത്തിന്റെ ആരോപണങ്ങൾ ലീഗിനെ അടക്കം ചൊടിപ്പിച്ചിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. ഉമർ ഫൈസി മുഖത്തിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ പ്രതികരണവുമായി പ്രസ്താവനയുമായി ഉമർ ഫൈസി മുഖം രംഗത്തെത്തിയിരിക്കുകയാണ്. വഖഫ് വിഷയത്തിൽ തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് സെമിനാറിൽ പങ്കെടുത്തതെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഉമർ ഫൈസി. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഉമർ ഫൈസി മുക്കം ഒരു പ്രസ്താവനയിലൂടെയാണ് ലീഗ് അനുകൂലികളായ സംസ്ഥയിലെ ഒരു വിഭാഗം നേതാക്കൾക്കെതിരെ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് CPIM സംഘടിപ്പിച്ച വഖഫ് സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് രൂക്ഷമായ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെയും അതേപോലെ തന്നെ മുസ്ലിം ലീഗിനെതിരെയും ഉമർ ഫൈസി മുക്കം നടത്തിയിരുന്നു. RSSകാരെ തിരികെ കയറ്റാനാണ്, വഖഫ് ബോർഡിൽ തിരികെ കയറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഹൈക്കോടതിയിൽ RSS നേതാവ് നൽകിയ ഹർജിക്ക് അനുകൂലമായി സർക്കാർ വക്കീൽ നിലപാടെടുത്തതടക്കമുള്ള കടുത്ത വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇത് മുസ്ലിം ലീഗ് നേതൃത്വത്തെ വലിയ തോതിൽ പ്രകോപിപ്പിക്കുന്നതായിരുന്നു. ഇതിനെതിരെ സമസ്ത പോഷക സംഘടനകളിലെ ലീഗ് അനുകൂലികളായ നേതാക്കൾ ഒപ്പിട്ടുകൊണ്ട് ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചു. അതായത് സമസ്ത മുശാവറ അംഗം കൂടിയായ ഉമർ ഫൈസി മുക്കത്തെ മുശാവറയിൽ നിന്ന് പുറത്താക്കണം എന്ന ഒരു ആവശ്യമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. സ്ഥാനം തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ഉമർ ഫൈസി എന്ന ആരോപണവും അവർ മുന്നോട്ട് വെച്ചു. എന്നാൽ ഇക്കാര്യങ്ങളിലെല്ലാം ഉള്ള ഒരു വിശദീകരണവുമായാണ് ഉമർ ഫൈസി മുക്കത്തിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം ആമുഖമായി പറയുന്നു. ഹൈക്കോടതിയിൽ RSS നേതാവിന് അനുകൂലമായി, അതായത് ഷോൺ ജോർജാണ് ഈ വഖഫ് ബോർഡ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയത്. ആ ഷോൺ ജോർജിൻ്റെ ഹർജിക്ക് അനുകൂലമായ സംസ്ഥാന സർക്കാർ നിലപാടെടുത്തപ്പോൾ അതിനെതിരെ ഒരു മൗനം പാലിച്ചവരാണ് തനിക്കെതിരെ ഇപ്പോൾ രംഗത്ത് വരുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ഈ പ്രസ്താവനയിൽ പറയുന്നത്. ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തുമ്പോൾ RSSകാർ ആവാൻ സാധ്യതയുണ്ട് എന്നാണ് താൻ പറഞ്ഞതെന്നും അദ്ദേഹം ഈ പ്രസംഗത്തിൽ താൻ വിശദീകരിച്ചതെന്നും അദ്ദേഹം പറയുന്നു. സെമിനാറിൽ മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. RSSൻ്റെയും കാസയുടെയും നിലപാടാണ് സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത് എന്നുകൂടി അദ്ദേഹം ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ, അതായത് മുനമ്പം കേസിലും വഖഫ് ബോർഡ് വിഷയത്തിലുമെല്ലാം തെറ്റായ പ്രചാരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് CPIM സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ താൻ പങ്കെടുക്കുകയും ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയും ചെയ്തത്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട നിലവിലെ കാര്യങ്ങൾ താൻ വ്യക്തമാക്കുക മാത്രമാണ് ഈ സെമിനാറിൽ ചെയ്തത് എന്നുകൂടി അദ്ദേഹം ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ശരി, ലതീഷാണ് വിവരങ്ങളുമായി ചേർന്നത്.